പേര് പറയുമ്പോൾ തന്നെ സിനിമാ പ്രേമികളുടെ മനസ്സിലേക്ക് ഒരു നൊമ്പരത്തിന്റെ നോവ് പകരുന്ന ചിത്രമാണ് പെരുമഴക്കാലം. മീര ജാസ്മിൻ, കാവ്യ മാധവൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി കമൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മാമുക്കോയ ചെയ്ത വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. ദിലീപും വിനീതും ചിത്രത്തിൽ അതിഥി താരങ്ങളായി എത്തുകയും ചെയ്തിരുന്നു. ടി.എ. റസാഖായിരുന്നു തിരക്കഥ. ചിത്രത്തിലെ അഭിനയത്തിന് കാവ്യ മാധവന് 2004 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം എം. ജയചന്ദ്രൻ സ്വന്തമാക്കുന്നതും പെരുമഴക്കാലത്തിലൂടെയാണ്. മികച്ച സാമൂഹ്യ ചിത്രത്തിനുള്ള 2005 ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ഈ ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ പെരുമഴക്കാലം സിനിമയെക്കുറിച്ച്, അതായത് കഥ പറഞ്ഞപ്പോൾ കാവ്യ മാധവനുണ്ടായ കൺഫ്യൂഷനെക്കുറിച്ച് കൂടുതൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ. റസിയ എന്ന കഥാപാത്രം മീര ജാസ്മിനും ഗംഗയായി കാവ്യ മാധവനുമായിരുന്നു ആദ്യം പരിഗണിച്ചത്. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് പാഠം ഒന്നൊരു വിലാപം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മീരയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയതെന്നും കമൽ പറയുന്നു. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാവ്യയ്ക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു. റസിയയാണോ നല്ലത്, ഗംഗയാണോ നല്ലത് എന്നായിരുന്നു അവരുടെ കൺഫ്യൂഷൻ. ഇടയ്ക്ക് എന്നെ വിളിച്ച് ഞാൻ ഗംഗയായിട്ട് തന്നെയാണോ അഭിനയിക്കേണ്ടത്, മറ്റേ റോൾ എനിക്ക് ചെയ്തുകൂടെ എന്നും ചോദിച്ചു. എന്നാൽ എൻ്റെ മനസ്സിൽ നീയാണ് ഗംഗ, അങ്ങനെ ആയെങ്കിലേ ശരിയാവുകയുള്ളൂവെന്നും ഞാൻ കാവ്യയ്ക്ക് മറുപടി നൽകി. സ്ക്രീൻ സ്പേസ് നോക്കുമ്പോൾ ഒരുപാടുള്ളത് മീര ജാസ്മിൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മീരയ്ക്കായിരിക്കും പ്രാധാന്യമെന്ന് കരുതി ഒരു കോൺഫിഡൻ്റ് ഇല്ലായ്മ കാവ്യയ്ക്കുണ്ടായിട്ടുണ്ടാകാം. അങ്ങനെ കാവ്യ ആദ്യം അഭിനയിക്കാൻ വന്നപ്പോൾ ഞാൻ കഥ മുഴുവൻ പറഞ്ഞു. അതോടെ അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു. സത്യത്തിൽ ക്ഷമിക്കുന്ന ഈ പെൺകുട്ടിയാണ് ആളുകളുടെ മനസ്സിലേക്ക് കയറുക. സ്വന്തം ഭർത്താവാണ് നഷ്ടപ്പെട്ടത്. ചിത്രത്തിൽ വളരെ കുറച്ച് ഡയലോഗ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഹൃദയസ്പർശിയായ കാവ്യ ആ ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തു. ആ വർഷത്തെ മികച്ച നടിക്കുള്ള അവാർഡ് പെരുമഴക്കാലത്തിലൂടെ കാവ്യ നേടി. ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ്, സ്ക്രീൻ സ്പേസ് നോക്കിയിട്ടല്ല ചില കഥാപാത്രങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുക എന്നും കമൽ പറയുന്നു. പെരുമഴക്കാലത്തിൽ അഭിനയിക്കാൻ ദിലീപ് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു. പൃഥ്വിരാജിനെ പോലുള്ള താരങ്ങളായിരുന്നു നേരത്തെ ആ വേഷത്തിന് പരിഗണിച്ചിരുന്നത്. ദിലീപ് ഇപ്പുറത്ത് വന്നതോടെ അപ്പുറത്ത് കാവ്യയുടെ ഭർത്താവായി വിനീതിനെയും തീരുമാനിച്ചു. നെടുമുടി വേണുചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന വേഷമാണ് പിന്നീട് മാമുക്കോയ ചെയ്തതെന്നും കമൽ വ്യക്തമാക്കി.